മാസപ്പടി വിവാദം കടുത്തതോടെ സിപിഎമ്മിൽ ചർച്ചയാകുന്നത് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കടന്നുകൂടാൻ സാധിക്കുമോ എന്നതാണ്. ഒന്നാമത് പെൻഷൻ പ്രശ്നവും കടവുമെല്ലാം കുമിഞ്ഞുകൂടി ഇപ്പോൾ തന്നെ പിണറായി സർക്കാരിന് മേലുള്ള ജനങ്ങളുടെ മതിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരു എന്ന പോലെ മുഖ്യനും സിപിഎമ്മിനും മുകളിലേക്ക് മാസപ്പടി വിവാദം എന്ന പ്രതിസന്ധി കൂടിയെത്തുന്നത്. എന്നാൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ശ്രമങ്ങളെ തടയാനായി പാർട്ടി അണികളെ സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സിപിഎം. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടർച്ചയായി ഉണ്ടാവുകയും വലിയ വാർത്തയായി വരികയും ചെയ്യും. ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഇത്തരം ശ്രമങ്ങളെ കൃത്യമായി ഇടപെട്ട് തടയാൻ ഓരോ പാർട്ടി അംഗവും ശ്രമിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യം. കേസ് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും കണക്കിൽ മാത്രമാണ് തർക്കമെന്നുമാണ് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നത്. കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് കിട്ടുന്നത് എങ്ങനെയെന്ന് ജനം ചോദിച്ചാൽ എന്ത് പറയണം? കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിന്റെ ഇടപാടെന്താണ്? ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് മുതൽ വീണ വിജയനെതിരെ ഒടുവിലത്തെ SFI അന്വേഷണത്തിന്റെ സാങ്കേതികത എങ്ങനെ വിശദീകരിക്കണം തുടങ്ങിയവയ്ക്കെല്ലാം പാർട്ടി മറുപടി കണ്ടെത്തി കഴിഞ്ഞു. ഇത് അണികളെ ബോധ്യപ്പെടുത്താനും തുടങ്ങി. ഇനി ക്യാപ്സ്യൂളുകളുമായും ന്യായീകരണങ്ങളായും സമൂഹ മാധ്യമങ്ങളിലും പൊതുവേദികളിലുമെല്ലാം അത് പ്രചരിപ്പിക്കുക എന്നതാണ് അണികളുടെ ഉത്തരവാദിത്തം. ഇതിനായി 30,000 പേരടങ്ങുന്ന പാർട്ടി കേഡർ ഇതിനകം തന്നെ സംസ്ഥാനത്ത് സജ്ജമാണ്. ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി പരിശീലനം നൽകുന്നുണ്ട്. പാർട്ടിയുടെ അതിവിശ്വസ്തരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്കായി നടത്തുന്ന ശില്പശാലയിൽ CPM നൽകുന്ന വിശദീകരണം പുതിയ ചർച്ചയായി മാറുകയാണ്. മാസപ്പടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ്. രണ്ട് കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയെ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമാണ്. കരിമണൽ കമ്പനി ആദായനികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചത്. അതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാം. പക്ഷേ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയുടെ മകളായതുകൊണ്ടാണെന്ന് എഴുതി വെച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയുള്ളതാണ്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ട്. കോടിയേരിയുടെ മകനെതിരെ ഉയർന്നത് മയക്കുമരുന്ന് സംബന്ധിച്ച കേസാണ്. ഇത് ശരിയായാലും തെറ്റായാലും പാർട്ടിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അത് കോടിയേരിക്ക് ബോധ്യമായതുകൊണ്ടാണ് മകൻ ഒറ്റയ്ക്ക് കേസ് നിയമപരമായി നേരിടണമെന്ന് വ്യക്തമാക്കിയത്. വീണയ്ക്കെതിരെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നാണ് വ്യക്തമായത്. അതുകൊണ്ടാണ് പാർട്ടി തുടക്കം മുതലേ പ്രതിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പാർട്ടി സംരക്ഷണം ഒരുക്കുന്നു എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. PB അംഗമായ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായാണ് കാണേണ്ടതെന്നാണ് വിഷയത്തിൽ CPMന്റെ വിശദീകരണം.